ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലായ ട്രിക്സ് ആൻഡ് ഗെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ തുല്യത +2+1 റിസൾട്ട് ഔട്ടായ ദിവസമാണ്. എല്ലാവരും നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അഥവാ ഒരു വിഷയത്തിനൊക്കെ പോയവരൊന്നും വിഷമിക്കാനില്ല. നമ്മുടെ ഈ ട്രിക്സ് ആൻഡ് ഗെയിംസിലെ ക്ലാസ്സുകളിലൂടെ നമുക്ക് ആ മാർക്ക് വീണ്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാൻ ആണ് ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുത്തതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തെരഞ്ഞെടുത്തത്? ഉത്തരം, ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. ഇന്ത്യയെ പോലെയുള്ള വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥയാണ് അനുയോജ്യം. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈ വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. നാലാമതായിട്ട്, തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും. ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് സഹായകമാണ്. അവസാനത്തത്, വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ഒന്നാമത്തത്, ഈ വ്യവസ്ഥ വളരെ ലളിതമാണ്. 2, ഇന്ത്യയെ പോലെ വളരെ വലിയ രാജ്യത്തിന് ഈ വ്യവസ്ഥ അനുയോജ്യമാണ്. 3, ഈ വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. 4, തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശത്തോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാവും. അടുത്തത്, ഉറച്ച ഗവൺമെന്റുകളുടെ രൂപീകരണത്തിന് സഹായകമാണെന്ന്. ലാസ്റ്റ്, വോട്ടർമാർക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ പറയുന്നത്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫെഡറലിസത്തിന്റെ ഏതെങ്കിലും 4 സവിശേഷതകൾ പറയുക. ഫെഡറലിസത്തിന്റെ 4 സവിശേഷതകൾ പറയുക. ചാപ്റ്റർ 7 പേജ് നമ്പർ 117. ചാപ്റ്റർ 7 പേജ് നമ്പർ 117. 2 തരം ഭരണ സംവിധാനങ്ങളാണ്. ഏതൊക്കെയാണ്? ലോകസഭ, രാജ്യസഭ. അടുത്തത്, ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അധികാരം. പിന്നെ എഴുതപ്പെട്ട ഒരു ഭരണഘടന. 4, ഭരണഘടനയുടെ പരമാധികാരം. ഇങ്ങനെ 4 സവിശേഷതകളാണ് ഫെഡറലിസത്തിൻ്റെത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങളെ കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങൾ. സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങൾ. പാർട്ട് 2ലാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 ഉത്തരം കിടക്കുന്ന പേജ് നമ്പർ 28 ചോദ്യവും ഉത്തരം 29ാമത്തെ പേജിൽ അതിന്റെ ഉത്തരവും കിടപ്പുണ്ട്. ഉത്തരം നോക്കാം. നിയന്ത്രണങ്ങളുടെ അഭാവം. യാതൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളില്ലാത്തൊരവസ്ഥ. അതാണ് നിയന്ത്രണങ്ങളുടെ അഭാവം. 2, വ്യക്തികൾക്ക് അവരുടെ കഴിവ്, സർഗശേഷി വികസിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം. വ്യക്തികൾക്ക് അവരുടെ കഴിവ്, സർഗശേഷിയും ഒക്കെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതാണ് 2 തലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മതേതരത്തിനെതിരെയുള്ള 4 വിമർശനങ്ങൾ എഴുതുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മതേതരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കേണ്ട അവസ്ഥയാണെങ്കിൽ വിശദീകരിക്കണം. ഇപ്പൊ നമ്മൾ പോയിന്റ് മാത്രം പറഞ്ഞു പോവുകയാണ്. പേജ് 99 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് കിടപ്പുണ്ട്. ചാപ്റ്റർ 8 പാർട്ട് 2ലാണ് ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത്. മതവിരുദ്ധത 1ാമത്തത്. 2, പാശ്ചാത്യ ഇറക്കുമതിയാണെന്ന്. പാശ്ചാത്യ ഇറക്കുമതിയാണ് നമ്മുടെ മതേതരത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ 3, ന്യൂനപക്ഷത്വം. പിന്നെ ഇടപെടൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം അസാധ്യമായ പദ്ധതിയാണ്. ഇതെല്ലാം വിശദീകരിച്ച് പുസ്തകം പേജ് നമ്പർ 99 നോക്കുക. ചാപ്റ്റർ 8 പാർട്ട് 2 നോക്കുക. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, അന്തർദേശീയ തലത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് ലഘുവായി വിവരിക്കുക. ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ധാരാളം പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാണ്. റിപ്പീറ്റ് ആയിട്ട് പഠിക്കുന്നതാണല്ലോ. പേജ് 106 പാർട്ട് 2 ചാപ്റ്റർ 9 ശ്രദ്ധിക്കുക. പേജ് 106 പൊളിറ്റിക്സിന്റെ 2ാമത്തെ ബുക്കില് ചാപ്റ്റർ 9 സമാധാനം എന്ന് പറഞ്ഞ ചാപ്റ്ററില് ആഗോള സമൂഹ സമീപനം എന്ന് പറഞ്ഞ ഭാഗത്ത് ഇതിന്റെ ഉത്തരം വ്യക്തമായി കിടപ്പുണ്ട്. നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ,
23 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതാനാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 23 ഒന്നാമത്തെ ചോദ്യം ആണ് ഭരണഘടനയുടെ ധർമ്മം വിശദീകരിക്കുക. ഭരണഘടനയുടെ ധർമ്മം എന്നുള്ളത് വിശദീകരിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനയുടെ ധർമ്മം. ഉത്തരത്തിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് 1 23ാമത്തെ പേജിൽ അതിന്റെ ഉത്തരം കിടപ്പുണ്ട്. ഉത്തരം ഭരണഘടനയുടെ ആവശ്യകത, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു, തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുന്നു, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു, ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും വ്യക്തമാക്കുന്നു, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം പ്രകാശിപ്പിക്കുന്നു. ഇത് വിശദീകരിക്കാനാണ് മാർക്ക് നോക്കുക. വിശദീകരിക്കാനുണ്ടെങ്കിൽ അത് മാർക്ക് നോക്കി ആ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. മാർക്ക് കുറവാണെങ്കിൽ അതിന്റെ ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന രീതി വിശദീകരിക്കുക. നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മുടെ പാർട്ട് 1 അതിനകത്ത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞ ഭാഗമാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന രീതി വിശദീകരിക്കുന്നത്. അത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭരണഘടനാ ഭേദഗതി ലഘുവായി വിവരിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 73ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 73, 74 ഭരണഘടനാ ഭേദഗതി. ഇത് എന്താണെന്ന് പറയാം. ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് 3 പഞ്ചായത്തുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ പേജ് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. പേജ് നമ്പർ 140 കിടക്കുന്നത്. ഫസ്റ്റ് ബുക്ക് നോക്കുക. ത്രിതല പഞ്ചായത്ത് 3 തരം പഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെ തിരിച്ച് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അത് നന്നായിട്ട് അവിടെ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് നന്നായിട്ട് വിശദമായിട്ട് പഠിക്കാനുണ്ട്, നോക്കുക. അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുക. ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ചാപ്റ്റർ 6 പാർട്ട് 2 പേജ് 77 ചോദ്യവും കിടപ്പുണ്ട്. അതേപോലെ പേജ് 80 അതിന്റെ ഉത്തരവും ഉണ്ട്. പേജ് 80 അതിന്റെ ഉത്തരവും ഉണ്ട്. എന്തൊക്കെയാണ് പൗരത്വം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത്? എന്തൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം ഉണ്ട്, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, ചിരകാല താമസം കൊണ്ടുണ്ടാകുന്ന പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. പിന്നെ 5 തരം പൗരത്വമാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ജന്മസിദ്ധമായത്, പിന്തുടർച്ച വഴിയുള്ളത്, രജിസ്ട്രേഷൻ വഴിയുള്ളത്, പിന്നെ ചിരകാല താമസം കൊണ്ട് കിട്ടുന്ന പൗരത്വം, പിന്നെ പ്രദേശ സംയോജന മൂല്യമുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂല്യമുള്ള പൗരത്വം. ഒരു രാഷ്ട്ര രൂപീകരണത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്ര രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ നോക്കുക. പാർട്ട് 2 ദേശീയത എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് നമ്പർ 84 ഇതിന്റെ ഉത്തരം. പൊതുവായ വിശ്വാസങ്ങൾ, ടീം സ്പിരിറ്റോടെ രാഷ്ട്രത്തിലെ അംഗങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്ന അവസ്ഥ, പൊതുവായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഉണ്ടാകുന്ന ഏകത്വ ബോധവും കൂട്ടായ്മയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരു ടീം സ്പിരിറ്റോടുകൂടെ ജനങ്ങൾ പ്രവർത്തിക്കുന്ന രീതി. ഇപ്പൊ നമ്മള് കേരളത്തിലും അത് കണ്ടു. നമ്മൾ എങ്ങനെയാണ് ടീം സ്പിരിറ്റോടുകൂടി ചെയ്തത് തന്നെയാണ് രാഷ്ട്രത്തിലും വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ വിശദീകരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്തത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ
പ്രതിവിധിക്കുള്ള അവകാശം. 32ാമത്തെ വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഓക്കെ, അത് വിശദീകരിച്ച് പഠിച്ചു എഴുതണം. പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, എന്നാലേ എസ്സേയുടെ ആ ഒരു തലത്തിലേക്ക് വരികയുള്ളൂ.